ഹലോ മൈ വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു റീഡിങ് തന്നെയാണ്. നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. റീഡിങ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇതൊരു കളക്റ്റീവ് ടൈംലെസ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസനേറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ പോസിറ്റിവിറ്റി മാത്രം കൊണ്ടുവരിക, നെഗറ്റീവ് കാര്യങ്ങളങ്ങ് വിട്ടേക്കുക. ഒരുപാട് പേർക്ക് ഇത് റെസനേറ്റ് ആവാം. റെസനേറ്റ് ആവാത്തവർ ഇതൊരു ജനറൽ ഗൈഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനോ വേണ്ടിയിട്ട് കണ്ടോളൂ. ഓക്കെ. പിന്നെ ഇതൊരു ജെൻഡർ സ്പെസിഫിക് റീഡിംഗ് അല്ല. ഞാൻ അദ്ദേഹമെന്നോ അവരെന്നോ ഒക്കെ ഇടയിൽ പറഞ്ഞു പോയാൽ അത് ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ സ്ത്രീയാണെങ്കിൽ പുരുഷനായിട്ട് എടുക്കുക, പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ട് എടുക്കുക. ഓക്കെ, ആ എനർജി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഈ റീഡിങ് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ സ്പെഷ്യൽ പേഴ്സൺ, ആ പേഴ്സണ് അവരോടുള്ള ഡീപ്പസ്റ്റ് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ സ്പെഷ്യൽ പേഴ്സൻ്റെ അവരോടുള്ള ഡീപ്പസ്റ്റ് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? കാർഡ് വീണത് കൊണ്ട് എടുത്തതാണ് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണലുള്ള അവരോടുള്ള ഡീപ്പസ്റ്റ് ഓണസ്റ്റ് ഫീലിങ്സ് പ്ലീസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സ്നേഹം തന്നെയാണ്. ഇത് കാണുന്ന കുറേ പേരുടെയെങ്കിലും പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. എല്ലാവരുടെയും അല്ല, കുറേ പേരുടെയെങ്കിലും. ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത് ലവ് തന്നെയാണ് കേട്ടോ. കിങ് ഓഫ് കപ്സ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു നല്ല റൊമാൻറ്റിക് സ്റ്റാർട്ട് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. ഒരേ സ്ഥലത്തായി ആണെന്ന് കാണുന്നില്ല. പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം. അതേപോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം പോലെ, എന്തോ ഒരു പ്രശ്നം, ഈഗോ റിലേറ്റഡ് ഇഷ്യൂ വന്നിട്ട് ഒരു ചെറിയ അകൽച്ച പോലെ കാണുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് പീരീഡാണ്. ഇവരുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. മനസ്സ് നിറയെ സ്നേഹമാണെങ്കിലും നിങ്ങളോട് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നാണ് കാണുന്നത്. ഈഗോ ഒരു വലിയ ഇഷ്യൂ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതെല്ലാം എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഇതൊക്കെയാണ് പറയാം. നിങ്ങളുടെ പേഴ്സൺ ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാനാണ് സാധ്യത. അതുമല്ല, സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം വഹിക്കുന്ന ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ 4 പേര് ഇദ്ദേഹത്തെ അറിയും. അതേപോലെ ഒരു ടീച്ചറോ ഒരു ഹീലറോ അങ്ങനത്തെ ഒക്കെ ഒരു പ്രൊഫഷനിലുള്ള ഒരാളായിരിക്കാം. എന്ന് വെച്ചാൽ 4 പേർക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ആയിരിക്കാം. അത് സ്ത്രീയോ പുരുഷനോ ആവാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ജെൻഡർ സ്പെസിഫിക് റീഡിംഗ് അല്ല. അതേപോലെ ഈ പേഴ്സൺ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ഒരാളാണ്, ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. നിങ്ങളെ 24 മണിക്കൂറും നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്.
മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ, ഒരു അകൽച്ച നിങ്ങൾ തമ്മിൽ ഈ സമയത്ത് കാണുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഈ കാർഡ്സ് ഇപ്പം നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. Clarify Hierophant. Clarify Hierophant. Again Queen of Swords ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 4 of Cups. 4 of Cups നിങ്ങൾക്ക് കാർഡ്സ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു തരാം കാർഡ്സ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാർഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ക്ലാരിഫൈ മജീഷ്യൻ. Clarify Magician. Magician. Justice. The Emperor. എംപററും റിപ്പീറ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിതീവ്രമായ ഈഗോ വിഷയമാണല്ലോ. എന്തോ വലിയൊരു വഴക്ക് നടന്നിട്ടുണ്ട്. Clarify Ace of Wands. Clarify Ace of Wands. Clarify Ace of Wands. ബാക്കി കാർഡ്സും കൂടെ നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമേ. Clarify 10 of Swords. Knight of Pentacles and Hanged Man. Clarify the world. Clarify the world. Clarify the Emperor. Clarify the Emperor. Hierophant വീണ്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. Clarify Queen of Swords. Clarify Queen of Swords. King of Swords. ആൻഡ് ദി സ്റ്റാർ. നിങ്ങൾ തമ്മിൽ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട്. ഒരു വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. ക്ലാരിഫൈ 7 of Pentacles. Clarify 7 of Pentacles. Okay. 5 of Pentacles and Page of Pentacles. Clarify ബോട്ടം ഓഫ് ദി ഡെക്കും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ഓ 3 of Swords and the Tower. ഓക്കെ, നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഹീറോഫന്റ് വിത്ത് 4 of Cups. മാരീഡ് പേഴ്സൺ ആണ് ഫോർ ഷുവർ. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും. ഓക്കെ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ചില കേസിൽ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കൺട്രോൾ ഇഷ്യൂസാണ്. അതായത് പവർ സ്ട്രഗിൾ എന്ന് പറയില്ലേ, ഈ ഇവിടെ വരുന്ന സമയത്ത് ആ ഫസ്റ്റ് കേസ് സിനാരിയോയിൽ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നവിടെ നിങ്ങളുടെ പേഴ്സൺ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ, അത് സ്ത്രീയാവാം പുരുഷനാവാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മെയിലാണെങ്കിൽ അവരുടെ സ്പൗസ്, രണ്ടിൽ ഇപ്പോൾ ആണായാലും പെണ്ണായാലും അവരുടെ സ്പൗസ്, അവിടെ സ്പൗസ് ഒരു കൺട്രോളിങ് നേച്ചർ ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വിഷമം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഈ കൺട്രോൾ സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം വളരെ ഒരു മിസ്സിങ് എനർജി അവിടെ കാണുന്നുണ്ട്. അതേപോലെ സ്വയം ഒരു ഈഗോ ഇഷ്യൂ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ല, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയിലുണ്ട്. ഇവർ ഒരു നല്ല പൊസിഷനിലോ അറിയപ്പെടുന്ന ഒരാളോ ഒത്തിരി പവർഫുൾ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം. എന്ന് വെച്ചാൽ
വളരെ നിയമപ്രകാരം ജീവിക്കുന്ന, അതായത് സൊസൈറ്റി നോംസൊക്കെ പ്രകാരം ഇങ്ങനെ വളരെ സ്റ്റേബിളായിട്ട് ലോയലായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹം തന്നെയാണ്. മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ. 24 മണിക്കൂറും നിങ്ങളെ മനസ്സിൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ കൺട്രോൾ ഇഷ്യൂ കാരണം അവർക്ക് താഴ്ന്നു തരാനോ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്കോ ചെറിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കമോ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതിൽ ഇദ്ദേഹം ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. മുന്നോട്ട് പോകണോ വേണ്ടയോ? നിങ്ങൾക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവരുടെ ഈഗോ ഇഷ്യൂ ആണ് പ്രശ്നമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഒരു സോറി പറഞ്ഞാൽ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ കാണുള്ളൂ. പക്ഷേ അത് താഴ്ന്നു തരാൻ അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തന്നെ പുതിയ തുടക്കം ഒരെണ്ണം വേണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. മനസ്സിൽ ആഗ്രഹിച്ചാൽ പോരല്ലോ. അവിടെ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷനാണ് കാണുന്നത്. കൺഫ്യൂഷൻ സിറ്റുവേഷനാണ്. ആ പ്രശ്നം പരിഹരിക്കാനല്ലാതെ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആ പ്രശ്നത്തിനെ ഫേസ് ചെയ്ത് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. പക്ഷേ ആ ഈഗോ ഇഷ്യൂ കാരണം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കണം. ഇത് സിംഗിൾസിനാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാരീഡ് പേഴ്സണിൻ്റെ പ്രശ്നം അവിടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു കൺട്രോൾ ഫ്രീക്കായിട്ട് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നൊരു ഇതായിട്ട് രണ്ടുപേരും താഴ്ന്നു കൊടുക്കാത്ത രീതിയിൽ ഉള്ളൊരു പ്രശ്നം കാണുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ കാര്യത്തിൽ ആ പേഴ്സൻ്റെ സ്പൗസ് വളരെ കൺട്രോളിങ് ആണ്. ഇവരുടെ ഓരോ നീക്കവും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ബേസിക്കലി അവരുടെ തന്നെ ഒരു സൊസൈറ്റി നോംസ് പ്രകാരം ജീവിക്കുക, ഒരു സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ്, നാട്ടുകാരെന്ത് പറയും, നമ്മൾ ഇതിലൊക്കെ പോയി ഇങ്ങനത്തെ ഒരു അഫെയറിൽ പെട്ടു എന്നറിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയുമെന്നൊക്കെയുള്ള ചിന്ത, അതും ഇവരെ റൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആകെപ്പാടെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് ഇത്. എല്ലാ സിനാറിയോയിലും ഇവരെല്ലാവരും തന്നെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തു എന്ന് ഇവർക്കറിയാം. പക്ഷെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ആയതുകൊണ്ട് ഒരു സ്ലോ പ്രോസസ്സിൽ അവരുടെ ചിന്ത മാറി വരുന്നുണ്ട്. ഒരു എന്താ പറയുക, തോട്ട് പ്രോസസ്സ് മാറി വരുന്നുണ്ട്. അവരുടെ ആ ഈഗോ കളഞ്ഞ് നമ്മൾ ചിന്തിച്ച് അവരുടെ അടുത്തേക്ക് പോകണമെന്നവർ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ലോ പ്രോസസ്സിലാണ് കാണുന്നത്. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് എന്താ പറയുക, വളരെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക്. എന്താ പറയുക, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് തന്നെ പറയാം. വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിസിക്കലി നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലായിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഇരിക്കുകയാണ്. ഒരുപാട് ഓർമ്മകളുണ്ട് ആൾക്ക്, ആണായാലും പെണ്ണായാലും. പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഹോബി ആളുടെ. നിങ്ങളുടെ പേഴ്സണും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഒരു നാച്ചുറൽ ലീഡറാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വിജയിപ്പിച്ച് ആൾക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ള സംസാരമോ, അവരുടെ രൂപം തന്നെ വളരെ ആകർഷണീയമായിട്ടുള്ളൊരു രൂപമോ, പിന്നെ വളരെ മെച്യൂറായിട്ടുള്ള കരിയർ ഓറിയൻറ്റഡ് ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ആളാണ്. എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി, ആണായാലും പെണ്ണായാലും കേട്ടോ. ഇത് കിങ് ഓഫ് വാൻസ് ആണെങ്കിലും അത് സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ എടുക്കാം നമുക്ക്. വീണ്ടും ഹീറോഫെൻറ്റിൻ്റെ ഒപ്പം തന്നെ എംപററുടെയും കാർഡ് വന്നിരിക്കുക അവിടെ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ആ ഈഗോ മാറ്റി വെച്ചിട്ട് ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്ക് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാർഡ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. രണ്ട് സ്ഥലത്തും എംപററും ഹീറോഫെൻറ്റും ആയിരുന്നെങ്കിലും രണ്ട് കാർഡും തമ്മിൽ ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇവിടെ. കാരണം ഇവിടെ വിക്ടറി കാർഡ് ഉണ്ട്. ഒരു മാരേജ് പ്രപ്പോസൽ പോലെ, ഒരു എന്താ പറയുക, ഒരു കല്യാണ ചെറുക്കൻ ഒരുങ്ങി വരുന്നത് പോലത്തെ ഒരു കാർഡാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലെ ഒരു
ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആ ഈഗോ, ആ എംപറർ എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി അവർ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാൻ വേണ്ടിയിട്ട് ഒരു മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ ഇതിൽ ചിലർക്കെങ്കിലും കേട്ടോ, എല്ലാവർക്കും അല്ല ഞാൻ ഈ പറയുന്നത്. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ളവർക്ക് അവിടെ കൺട്രോൾ ഇഷ്യൂ ഉണ്ട്. അത് അത്ര പെട്ടെന്ന് വരുന്ന ഒരു കേസാണെന്ന് തോന്നുന്നില്ല. അതിനാണ് നമ്മുടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി അവിടെ കാണുന്നത്. സിംഗിൾസ് ആണെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ഈ എംപറർ എനർജി വന്നത് അവരുടെ ഫാദറോ അല്ലെങ്കിൽ ഒരു ഫാദർലി പൊസിഷനിലുള്ള ആരെങ്കിലുമോ എതിർക്കുന്നതായിരിക്കാം. അതൊരു ഒബ്സ്റ്റക്കിളായിട്ട് വന്നിരിക്കാം. അങ്ങനെയും ഒരു സിനാറിയോ ഉണ്ടായിരിക്കാം. ഓക്കെ, അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ടും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് കിങ് ഓഫ് സ്വാർട്സും ക്വീൻ ഓഫ് സ്വാർട്സും ഒന്നിച്ച് വന്നിരിക്കുക. അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ രണ്ടുപേരും ഈഗോ പ്രശ്നമായിട്ട് ഒരു സെപ്പറേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്ന ഒരു റിന്യൂവൽ അവിടെ കാണുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെ നിങ്ങൾ ഒരുമിച്ച് വരുന്നതായിട്ടും ഒരു നല്ല ജീവിതം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് ഈ ഒരു എനർജിയിൽ നിന്ന് മാറി ഒന്നിരുന്ന് ചിന്തിച്ച് ഇത്തിരി ഡിസിപ്ലിനൊക്കെ ആയിട്ട് ഇത്തിരി സമാധാനപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ പരിഹരിച്ച് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നത് പോലെയും കാണുന്നുണ്ട്. പിന്നെ ചിലർക്കെങ്കിലും ഒരു സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടല്ലോ. അതൊരു എക്സ്ട്രാ മാരിറ്റൽ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം. ഓക്കെ, പല എതിർപ്പുകൾ മൂലം പല സിറ്റുവേഷൻസ് മൂലം തുറന്ന് പറയാതിരിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള ചിലരുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അവരുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ദേ ഹാവ് സം റെസ്പോൺസിബിലിറ്റീസ്. ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമേ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ തെളിഞ്ഞു കാണുന്നുള്ളൂ. നിങ്ങൾ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ DP ചെക്ക് ചെയ്യുക, നിങ്ങൾ എപ്പോഴും ഓൺലൈൻ വരുന്നു, ഇപ്പോൾ ഓഫ്ലൈൻ പോകുന്നു എന്നെല്ലാമുള്ള കറക്റ്റായിട്ടുള്ള ഫോളോയിങ് ഇവർ ചെയ്യുന്നുണ്ട്. അവരുടെ അക്കൗണ്ടിൽ നിന്നാവാം, ഫേക്ക് അക്കൗണ്ടിൽ നിന്നാവാം. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആയിരുന്നു. കിങ് ഓഫ് കപ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സ്നേഹം ആണ് കിങ് ഓഫ് കപ്സിന്. പക്ഷെ അവിടെ ഒരു ടവർ മൂമെൻറ്റ് വന്നിരിക്കുകയാണ്. ടവർ മൂമെൻറ്റ് വന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ ഒബ്സ്റ്റേക്കിൾസ് 3 ഓഫ് സ്വാർഡ്സ് വന്നിട്ട് ഒരു ഹാർട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ അത് ഞാൻ പറയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. അവർക്കറിയാം നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന്, നിങ്ങൾക്കറിയാം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. പക്ഷെ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. പറയാത്തതിൻ്റെ കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ. അത് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് പലർക്കും പല എനർജിയാണ് ഇതിൽ കണ്ടത്. അവരവർക്ക് റെസനേറ്റ് ആവുന്നത് പോലെ എടുക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്ന് എന്താണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ റീഡിംഗ് നടത്താം. പ്ലീസ് give us angel guidance regarding this connection. Please give us angel guidance regarding this connection. Please give us angel guidance regarding this connection. Religious factors. Your love life is influenced by your religious upbringing and spiritual path. ഹെയറോഫൻറ്റിൻ്റെ എനർജിയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സൊസൈറ്റൽ നോംസ് അല്ലെങ്കിൽ അവരുടെ ബിലീഫ്സ് അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു ചിന്തയുണ്ടല്ലോ, അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രയാസമുള്ളൊരവസ്ഥ. ഹെയറോഫൻറ്റ് ട്വൈസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് വീണ്ടും, അതായത് 3-ാം പ്രാവശ്യമാണ് ഹെയറോഫൻറ്റിൻ്റെ എനർജി വരുന്നത്.
റൊമാൻറ്റിക് ഫീലിങ്സ്, യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. ഇത് സിംഗിൾസിനായിരിക്കണം. ന്യൂ ലവ്, പുതിയ ലവിൽ വേണ്ടിയിട്ടുള്ള ആർക്കോ ഉള്ളൊരു മെസ്സേജാണത്. മേക്ക് ദി എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. എഫേർട്ട് ഇട്ടോളും എല്ലാവരും. സംസാരിക്കൂ. പിരിഞ്ഞിരിക്കുന്നവർ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകൂ. ട്രസ്റ്റ്. ദ സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഡിവൈനിൽ ഫെയ്ത്ത് അർപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഡിവൈനിൽ മുഴുവനായി വിശ്വസിച്ച് ഡിവൈനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. അതാണ് ഇതിൻ്റെ പലതിൻ്റെയും സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ. പലതും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അധികം വൈകിക്കാതെ എത്രയും വേഗം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഈ റിലേഷനിൽ മുന്നോട്ട് പോകണോ അതോ അവിടെ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ സംസാരിച്ച് ക്ലിയർ ആയിട്ട് ഒരു കാര്യം ഡിസൈഡ് ചെയ്യൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലൈഫ്. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അങ്ങനെ ഒരു മെസ്സേജും വരുന്നുണ്ട്. ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. താമസിയാതെ അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. പറഞ്ഞില്ലേ മജീഷ്യൻ്റെ എനർജി അത്. അതിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ഡിവൈൻ്റെ അടുത്ത് പ്രേ ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക, സ്വയം ക്ഷമിക്കുക, സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ എത്രയും വേഗം സോൾവ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഡിവൈൻ്റെ മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഓക്കെ, എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ താമസിയാതെ തന്നെ അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.